നമസ്കാരം പ്രിയമുള്ളവരെ. നമ്മുടെ വീട്ടിലെ ഒരു ജോലിക്കാരൻ ഒരു ചെറിയ അപകടത്തിൽപ്പെട്ടു നോക്കുക. ഒന്നുകിൽ നമ്മൾ ഫോണിൽ വിളിച്ചു ചോദിക്കും, അതല്ലെങ്കിൽ അയാളെ പോയി കാണും എന്താ സംഭവിച്ചതെന്ന്. അതല്ലേ രോഗിയായിരുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം അപകടത്തിൽപ്പെട്ട് കയ്യോ കാലോ മുറിഞ്ഞ ആൾ നമ്മുടെ വീടിൻ്റെ മുമ്പിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ കണ്ടാലൊന്ന് ഇറങ്ങിച്ചെല്ലും. അല്ലെങ്കിൽ അയാൾ ആ വീടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇറങ്ങിച്ചെന്നിട്ട് എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിക്കും. ഇതൊരു സാമാന്യ മര്യാദയാണ്. വിശേഷം മലയാളിക്കുള്ള ഏറ്റവും വലിയ ഗുണമാണത്. അസുഖം വന്ന് കിടക്കുമ്പോഴും മറ്റും ആ ആളിനെ കാണുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ആപത്തിൽപ്പെട്ടിരിക്കുമ്പോൾ. പക്ഷേ സ്വന്തം മകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അല്ലെ സ്വന്തം മകളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി, അല്ലെ സ്വന്തം മകൾ കാണിച്ച അഴിമതിയെ തച്ചുടയ്ക്കാൻ വേണ്ടി വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് അവരെ പ്രകോപിപ്പിച്ച് മറ്റൊരാളെ കൂലിത്തല്ല് തല്ലിയ വ്യക്തികൾ. അതായത് സെൻട്രലൈസ്ഡ് എ സിയിൽ കിടന്നുറങ്ങുന്ന പിണറായി വിജയൻ അയാളുടെ വീടിൻ്റെ മുമ്പിൽ കഴിഞ്ഞ ദിവസം 27-ാം തീയതി അദ്ദേഹത്തിൻ്റെ മകളുടെ ഇ.ഡി. ചോദ്യം ചെയ്ത സമയത്ത്, അല്ലെ തെളിവുകൾ ശേഖരിച്ച സമയത്ത്, തിരിച്ചിറങ്ങി വന്ന സമയത്ത് ആക്രമിച്ച സംഭവം എല്ലാവർക്കും അറിയാം. 2 എഫ്ഐആറാണ് ഉള്ളത്. 25 പേർക്ക് ഇ.ഡിയെ ആക്രമിച്ച കേസും 26ാമത്തെ കേസ് കേരള പോലീസ് ആര് ഭരിച്ചാലും പാർട്ടിക്കാരോട് ഒപ്പം നിൽക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് SFIയുടെ ജില്ലാ പ്രസിഡന്റിൻ്റെ പേരിൽ പോലീസിനെ ആക്രമിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്. അത് വലിയ കുഴപ്പമില്ലാത്തൊരു കേസ്. അവൻ ഇന്നും നേതാവായിട്ട് വേണം, മറ്റൊമാരല്ല ഇന്നും കിടന്നോട്ടെ എന്ന് കേരള പോലീസും വിചാരിച്ചു, അല്ലെങ്കിൽ നമ്മുടെ സതീശൻ്റെ പോലീസും അങ്ങനെ വിചാരിച്ചു എന്ന് എനിക്കത്. ഇല്ലേ പിന്നെ ഒരേ കുറ്റം ചെയ്ത 2 പേർക്ക് 2 എഫ്ഐആറും 2 ഇതും കൊടുക്കണ്ടല്ലോ. 2 പേരെ ആക്രമിച്ചവനെന്ന് പറയാമല്ലോ. അപ്പോൾ അവൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് കോട്ടം സംഭവിക്കരുത്, അവന് വലിയ കുഴപ്പം വരരുതെന്ന് വിചാരിച്ച് അവിടുത്തെ ജില്ലാ പ്രസിഡന്റിനെതിരെ എടുത്ത കേസിൽ അവൻ കേരള പോലീസിനെ ആക്രമിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നാളെ ഒരുപക്ഷെ ഭരണം മാറി വരും എന്തെങ്കിലും ചെയ്താൽ പോലീസുകാർ മൊഴി മാറ്റി പറഞ്ഞാൽ അവൻ രക്ഷപ്പെടുകയും ചെയ്തു. അതാണ് അവർ ഉദ്ദേശിച്ചത്. അതാണ് അതിൻ്റെ ദൂരവ്യാപകമായ രീതിയിൽ അതിനെപ്പറ്റി ആലോചിച്ച് ചെയ്ത ഒരു കർത്തവ്യം തന്നെയാണത്. ഇതിൽ ആദ്യത്തെ 5 പ്രതികളെ തെളിവെടുപ്പിന് വേണ്ടി പിണറായി വിജയൻ താമസിക്കുന്ന അയാളുടെ ആ 4500 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള സെൻട്രലൈസ്ഡ് എസിറ്റിയുള്ള വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഏകദേശം കുറേ അധിക സമയം നിർത്തി. അവരെ കൊണ്ടുവന്ന പോലീസ് വണ്ടിയും അതിൽ വന്ന പോലീസുകാരും അല്ലാതെ ഒരു പാർട്ടിക്കാരനെ പോലും അവിടെ നമ്മൾ കണ്ടില്ല. ഇവരോടെ ഇവരെ ഒന്ന് കാണാൻ. അത് മാത്രമല്ല, ഈ മഹാമാന്യനായ പിണറായി വിജയൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് വരെ പോലീസ് നിൽക്കുകയാണ്. അവിടെ തൊട്ടാണ് തെളിവുണ്ടായത്. അത് വിശദീകരിക്കുന്ന സമയത്ത് ആ വീടിനകത്ത് അയാളോ അയാളുടെ വീട്ടുകാരോ ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. എന്നിട്ട് ഒരാൾ പോലും ഇറങ്ങി വാതിലിൽ നിന്നിറങ്ങി നിന്ന് നോക്കിയില്ല ഈ ചെറുപ്പക്കാർക്ക് എന്താ പറ്റിയെന്ന്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവൻ, വീട്ടിൽ നന്നായി കുട്ടികൾക്കോ ഭാര്യയ്ക്കും മക്കൾക്കും അല്ലെങ്കിൽ അമ്മയ്ക്കോ അച്ഛനും ആഹാരം കൊടുക്കാൻ പറ്റാത്തവർ, പാർട്ടിയുടെ ചുമന്ന നിറം കണ്ട് നേതാക്കന്മാർ ഏരിയ കമ്മിറ്റികളിൽ നിന്ന് വിളിച്ചു പറഞ്ഞനുസരിച്ച് വെളിയിലിറങ്ങി വന്ന് ആക്രമിച്ചതിന് ശേഷം ജയിലിൽ പോയിട്ട് വന്ന് അവരെ കാണാൻ ഒരുത്തനും ഇറങ്ങി വന്നില്ല എന്ന് ഓർക്കേണ്ടത്. സ്വന്തം മകളെ രക്ഷിക്കാൻ വേണ്ടി, പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയല്ല, സ്വന്തം മകളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വന്നവർ, നമുക്ക് ഒന്നിച്ച് പോരാടാമെന്ന് ഇംഗ്ലാവ് വിളിച്ച പിണറായി വിജയൻ ഒന്ന് ഇറങ്ങിച്ചെല്ലാനുള്ള മാന്യത കാണിച്ചില്ലെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സംഭവം. ഇതൊക്കെ കാണുമ്പോഴെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും വേണ്ടി അടികൊള്ളാനും ഇടികൊള്ളാനും തെരുവിൽ കിടന്ന് കല്ലെറിയാനും പോകുന്ന, ഇനിയും പോകാനിരിക്കുന്നവനൊക്കെ ഏത് പാർട്ടിക്കാരനായാലും, BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും RSP ആയാലും CPI ആയാലും ആരായാലും, ദൈവത്തെ ഓർത്തി പണിക്ക് നിങ്ങൾ പോകാതിരിക്കാമെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അഴിമതി നടത്തത്തില്ല. നിങ്ങളെപ്പോലെ കുറേ ആൾക്കാർ അവന്മാർ പറയുന്നതനുസരിച്ച് ചാടിക്കരി ചെല്ലാനും അഴിമതി നടത്തുന്നവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനും നേതാവ് ചെയ്തതും പറഞ്ഞതും ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുകൊണ്ടാണ് ഇത്തരം ആൾക്കാർ ഈ നാട്ടിലുണ്ടാകുന്നത്. എന്നെ ഒരുപക്ഷെ നിങ്ങൾ ഭീകരവാദി എന്നൊക്കെ ചിന്തിച്ചേക്കാം. ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണം. ആ വീട്ടിൽ സൗഹൃദ സന്ദർശനം നടത്തി V. ശിവൻകുട്ടി എന്താ കൊണ്ട് കൊടുത്തത്? ഭക്ഷണപ്പൊതിയും കൊണ്ടുപോയ അവിടെ അയാളുടെ അവന്മാരുടെ കുഞ്ഞുങ്ങൾക്ക്, അല്ലെ അമ്മയ്ക്കും അച്ഛനുള്ള ദിവസേനയുള്ള ചിലവിനുള്ള പൈസയും കൊണ്ടുപോയതാ? ഇതിനകത്ത് എന്തെങ്കിലും പൈസ ചിലവ് വന്നാൽ നാളെ രാവിലെ നാട്ടിലുള്ള മുഴുവൻ സഖാക്കളും ബക്കറ്റും കൊണ്ട് ഓരോ വീടുകളിൽ ഇറങ്ങും പിരിവെടുക്കാൻ. എനിക്കറിയാം, മിക്കവാറും എൻ്റെ അടുത്ത് എല്ലാ പാർട്ടിക്കും ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് പിരിവ് വരുന്നത് CPIക്കാരും CPMമാരുമാണ്. സ്ഥിരം വരുന്നത് CPIക്കാരാണ്. എന്തൊക്കെ പറഞ്ഞാൽ പിരിവിന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ വന്നിട്ട് 4 അക്കത്തിൽ മേലോട്ടുള്ള തുക മതി അവർക്ക്, താഴോട്ടുള്ള വേണ്ട. ഇതാണ് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബക്കറ്റ് പിരിവും കൊണ്ട് നടന്ന ആ പൈസയും കൂടി ജനങ്ങളുടെ നിന്ന് പിരിച്ച് അതിൽ നിന്നും അടിച്ചു മാറ്റിയിട്ടായിരിക്കും കേസ് നടത്താൻ പോകുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം അറിയാൻ പോകുന്നത് CBI വരാൻ പോകുന്നു ഈ കേസിൽ നിന്നാണ് അറിയപ്പെടുന്നത്. ED സുശക്തമായ രീതിയിൽ അന്വേഷണത്തെ, ഈ പോലീസ് അന്വേഷണത്തിൽ ശ്രദ്ധിക്കുകയും ഇതിൽ കക്ഷി ചേരാനും പോകുന്നു. അങ്ങനെ കക്ഷി ചേർന്നിട്ട് ഇതിന് ഒരുപക്ഷെ CBI എൻക്വയറിയിലേക്ക് പോയാൽ ഈ പിടിച്ച 26 എണ്ണത്തിൽ 25 എണ്ണത്തിൻ്റെ കാര്യം അധോഗതിയാണ്. ആ ഒരെണ്ണത്തിനെ പിടിക്കുന്നില്ല. കാരണം എന്താ? അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവനെ സേഫാക്കി വെച്ചിരിക്കുക കേരള പോലീസ്. ഇപ്പോഴും കേരള പോലീസിനെ ഭരിക്കുന്ന പിണറായി ആണെന്നൊന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. കാരണം ആ ഒരാൾക്ക് കേരള പോലീസിനെ ആക്രമിച്ച കേസ് മാത്രമേ ഉള്ളൂ. അത് ജാമ്യം കിട്ടാവുന്ന രീതിയിലുള്ള വകുപ്പുകൾ ഒപ്പിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നരഹത്യ അവർക്കില്ല, അയാൾക്കെതിരെ ഇല്ല എന്നും പറയുന്നത്, മുറിവുണ്ടായി എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇതാണ് സംഭവിച്ചത്. ഈ സംഭവങ്ങൾ കാണുമ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിലൊരു മാറ്റം ഉണ്ടാകണം. പ്രിയപ്പെട്ട പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ നടക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, കണ്ണൂരിൽ ജീവൻ കൊടുക്കുന്ന ആൾക്കാരുടെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം അതെല്ലാം കൊട്ടേഷൻ സംഘങ്ങളാണ്. അവരുടെ പണി ഇതാണ്, കൊട്ടേഷൻ, പാർട്ടിക്ക് വേണ്ടി കൊട്ടേഷൻ നടത്തുന്ന അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കാൻ പോകുന്ന കുറേ കക്ഷികളാണ്. അതൊന്നുമല്ല തെക്കൻ ജില്ലകളിൽ. ഓരോരുത്തരുടെയും വീട് കാണുമ്പോൾ, ഓരോരുത്തരുടെയും അമ്മയും അച്ഛനെയും കാണുമ്പോൾ, സഹോദരന്മാരെ കാണുമ്പോൾ, കുഞ്ഞുങ്ങളെ കാണുമ്പോൾ വേദനിക്കുന്ന ഹൃദയമാണ് മറ്റുള്ളവർക്കെല്ലാം. അത് ഈ പാർട്ടിക്കാർക്ക് ഇല്ലാതെ പോയില്ലോ എന്നുള്ള സങ്കടം. ഇവരെ അവിടെ കൊണ്ടുവരുന്നുള്ള കാര്യം ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള പാർട്ടിക്കാർ, വി ശിവൻകുട്ടിയുള്ളവർക്കറിയായിരുന്നു, എം ജോയിക്ക് അറിയായിരുന്നു. എന്നിട്ട് ഒരാൾ പോലും, അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക്, ഒരു നേതാവ് പോലും, ഒരു സഖാവ് പോലും ഇവരെ കാണാൻ വന്നില്ലെന്നുള്ള അതിലേറ്റവും വലിയ സങ്കടകരമായി തോന്നിയ കാര്യം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണല്ലോ, വീടിന് വെളിയിലോട്ടിറങ്ങുന്നവരൊന്നും സംഭവിക്കത്തില്ല, വീടിന് വെളിയിൽ വടി കുത്തിയായാലും കുഴപ്പമില്ല, ഇവരെ ഒന്ന് കാണാൻ വരാനുള്ള മര്യാദ ആ മനുഷ്യൻ കാണിച്ചില്ല. സാക്ഷാൽ പിണറായി വിജയൻ ഇവരെ അടികൊണ്ടതും ജയിലിൽ കിടക്കുന്ന ആർക്ക് വേണ്ടിയാണെന്ന് ഇനിയെങ്കിലും ഓർക്കണം, ഓർമ്മയുണ്ടായിരിക്കണം ഇതൊക്കെ പറയുമ്പോൾ. നന്ദി, നമസ്കാരം.